Hi all, welcome to I Plus. ഞാൻ അക്ഷര. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി സീറ്റഡ് പേപ്പർ 1-നും പേപ്പർ 2-നും എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സീറ്റഡിന് മാത്രമല്ല കേറ്റഡ് എക്സാമിനേഷനും കോമൺ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ കേറ്റഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് സ്കിപ്പ് ചെയ്യൽ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വളരെ പ്രിസൈസ് ആയിട്ട് ചുരുങ്ങിയ സമയത്തിൽ പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ ഫൈനലി ലാസ്റ്റ് 5 മാർക്കിൻ്റെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. 5 മാർക്കാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. ചൈൽഡ് ആസ് എ പ്രോബ്ലം സോൾവർ, പ്രശ്നപരിഹരണത്തിന് കഴിവുള്ള ഒരു കുട്ടി. അവിടെ എന്തൊക്കെ വരും? ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് വരും, സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്, ക്യൂരിയോസിറ്റി പോലുള്ള ടോപ്പിക്ക് വരും, എക്സ്പെരിമെൻറ്റേഷൻ, എങ്ങനെയാണ് എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടുള്ള പഠനം. അപ്പോൾ കുട്ടി എന്താണ്? ഒരു സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് മാറുന്നു. ദെൻ എറേഴ്സ് ആസ് ലേണിംഗ് ടൂൾസ്. എറർ തീർച്ചയായിട്ടും നമ്മൾ പറയാറുണ്ടല്ലേ, പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണ്, ചവിട്ടുപടിയാണെന്നൊക്കെ പറയാറില്ലേ. അതുപോലെ എന്താണ്, എററിലൂടെ മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ. മിസ്കൺസെപ്ഷൻ ആസ് പാർട്ട് ഓഫ് ലേണിംഗ്. പലപ്പോഴും എന്താണ്, എററിനെ കുറിച്ച് എല്ലാവർക്കുള്ള മിഥ്യാധാരണകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറിയിട്ട് എന്താണ് നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം ഡയഗ്നോസ്റ്റിക് വാല്യൂ ഓഫ് എറേഴ്സ്. ഈ എറേഴ്സ് എന്ന് പറയുന്ന സംഗതിക്ക് ഡയഗ്നോസിസിലുള്ള പങ്ക് എന്താണ്? ദെൻ ടീച്ചേഴ്സ് പോസിറ്റീവ് റെസ്പോൺസ്. മിസ്റ്റേക്ക്, കുട്ടികൾ മിസ്റ്റേക്ക് വരുത്തുമ്പോൾ ടീച്ചറിൻ്റെ കംപ്ലീറ്റ് ടെമ്പർ പോയിട്ട് ടീച്ചർ ഉറഞ്ഞു തുള്ളാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. കുട്ടികളുടെ മിസ്റ്റേക്സ് ടീച്ചേഴ്സ് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് അതൊക്കെ ഇവിടെ ചോദിക്കുന്ന മേഖലയാണ്. ദെൻ കോഗ്നീഷൻ ആൻഡ് ഇമോഷൻ. പറയുമ്പം ഒറ്റ വാക്കി തീരും. റോൾ ഓഫ് ഇമോഷൻസ് ഇൻ ലേണിംഗ്, ഇമോഷണൽ സേഫ്റ്റി ഇൻ ക്ലാസ് റൂം. ഇമോഷനും കോഗ്നീഷനും തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ച് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. എന്താണ് കോഗ്നീഷൻ, എന്താണ് ഇമോഷൻ, അവ തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പം സംശയമുള്ളവർ ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇനി മോട്ടിവേഷണൽ ലേണിംഗ്, അതുപോലെ പ്രാധാന്യമുള്ള ടോപ്പിക്ക് ഉറപ്പായിട്ടും ചോദിക്കും. ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്താണ്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താണ്, ബാഹ്യ അഭിപ്രേരണ എന്താണ്, ആന്തരിക അഭിപ്രേരണ എന്താണ്, അതിൻ്റെ കുറേ എക്സാമ്പിളൊക്കെ തന്നിട്ട് അതിൽ സെലക്ട് ചെയ്യാനൊക്കെ ആയിരിക്കും. തീർച്ചയായും കണ്ടുപിടിക്കാം. പിന്നെ ഇൻട്രസ്റ്റിൻ്റെ പ്രാധാന്യം എന്താണ്, റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണ്. ആൻഡ് ഫൈനലി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്. പഠനത്തെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പേഴ്സണൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെ വരാം? ഇൻ്റലിജൻസ് വരാം, മോട്ടിവേഷൻ വരാം, ഹെൽത്ത് വരാം, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെ വരാം, ഫാമിലി, സ്കൂൾ, കൾച്ചർ. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമെങ്കിലും ഇതൊക്കെ ആപ്ലിക്കേഷൻ ലെവലിലോട്ട് വരും. ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ തരും, അതിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കാനായിരിക്കും. എങ്ങനെയാണെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. സിലബസിൽ ഒരു വാക്ക് പോലും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ പാടില്ല, അത്ര തറവായിരിക്കണം. ഇതുപോലെ മറ്റേതെങ്കിലും സെക്ഷൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഈ സെക്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ആ കാര്യവും അറിയിക്കാൻ മറക്കരുത്. താങ്ക്